ഉമ്മമാരെ മക്കളെ തരുക എന്ന് പറഞ്ഞാൽ ഉമ്മമാരെ മക്കളെ പോലെയായിക്കൊണ്ട് പെരുമാറുക. മക്കളെ നാം പറഞ്ഞു വഴിപ്പെടുത്തണം. മക്കൾ ഉമ്മമാരെ ബഹുമാനിക്കണം, ആദരിക്കണം, കീഴ്പ്പെടണം. മക്കൾ എന്ന് പറയുന്നവർ ഉമ്മമാരും ബാപ്പാമാരും എന്ത് പറയുന്നോ അത് മുഴുവനും അനുസരിക്കേണ്ടവരാണല്ലോ. അവർക്ക് വഴിപ്പെടേണ്ടവരാണ്. ആ ഉമ്മമാരും ബാപ്പാമാരും പറയുന്നത് കേട്ട് വഴിപ്പെടുക, അവരെ കൽപ്പന സ്വീകരിച്ച് നടക്കുക, അവരെ ബഹുമാനിക്കുക, ആദരിക്കുക എന്ന ഭക്തി പറഞ്ഞുകൊണ്ട് ഉമ്മമാരെയും ബാപ്പാമാരെയും മക്കൾ അടിമകളെ പോലെയായി പെരുമാറുക. അവരോട് കൈകാര്യം ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചുരുക്കി പറഞ്ഞാൽ ഉമ്മമാരുടെയും ബാപ്പാമാരുടെയും കുരുത്തക്കേട് സമ്പാദിക്കുകയും ആ ഉമ്മമാരെയും ബാപ്പാമാരെയും മർദ്ദിക്കുകയും അവരെ ചീത്ത പറയുകയും അവർക്കനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഉമ്മ ബാപ്പാമാരെ ബഹുപ്പിക്കുകയും അവരോട് കുരുത്തക്കേട് വാങ്ങുന്നതുമായിരിക്കുന്ന മക്കൾ പെരുക്കുക എന്ന് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഉലമാക്കൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ജന്മം കൊണ്ട് കോഴിക്കോട്ടുകാരനും താമസം മലപ്പുറത്തുമായ ശൈഖൂനായുടെ സേവന ഫലം മലയാള മണ്ണിലെമ്പാടും ലഭ്യമായിരുന്നു. സുന്നി സമൂഹത്തെ തൊട്ടുണർത്തിയുള്ള അവിടുത്തെ സഫലമായ ജീവിതയാത്രയിൽ ശൈഖൂന പാലക്കാട്ടെത്തുമ്പോൾ കർമ്മനൈരന്തര്യം തേടുന്ന പരിസരമാണ് അവിടെയുണ്ടായിരുന്നത്. നഷ്ടപ്രതാപത്തിന്റെ മൂകസാക്ഷികളായ ടിപ്പുവിന്റെ കോട്ടയും മഞ്ഞക്കുളം ഹുസൈൻ ഷഹീദ് ദർഗയും മറ്റു മഖബറുകളും ഇവിടെയുണ്ട്. ആത്മാഭിമാനത്തിന്റെയും ആത്മീയ സാഫല്യത്തിന്റെയും പഴയ കഥകൾക്കുമേൽ കറുത്ത കരിമ്പടം വീണ് മറഞ്ഞ കാലം, ആത്മീയ വിജ്ഞാന പരിചരണങ്ങളുടെ അഭാവം കൊണ്ട് ആത്മീയ മൂല്യങ്ങൾ അന്യം നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹം, അവശേഷിക്കുന്ന മതബോധത്തിനുമേൽ വിദയീകളുടെ അരങ്ങേറ്റം ആഘാതമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്കാഷിതമാകുന്ന ആത്മീയതയുടെ പേരിൽ നെടുവീർപ്പിടുന്ന പരിസരം, ആത്മീയ താരകങ്ങളുടെയും വീരനായകരുടെയും പാദസ്പർശം നെഞ്ചകത്തേറ്റിയ മണൽത്തരികൾ 1000 നാക്കുമായി വിമോചകനെ വിളിക്കുകയായിരുന്നു. അപ്പോഴാണ് ജീവിത നിയോഗ സാക്ഷാത്കാരത്തിനായുള്ള ഉൾവിളിക്കുത്തരം ചെയ്തുകൊണ്ട് കഠിനാധ്വാനത്തിന്റെ കർമ്മഭൂമിയായ പാലക്കാട്ടേക്ക് 1960കളുടെ മധ്യത്തിൽ ശൈഖൂന ഹസൻ മുസ്ലിയാർ കടന്നുവരുന്നത്. പാലക്കാടിന്റെ വാണിജ്യ ഭൂമികയുടെ ഓരത്ത് പോയ കാലത്തിന്റെ ഓർമ്മവിചാരം പകർന്ന് സ്ഥിതി ചെയ്യുന്ന മുഹീദ്ദീൻ പള്ളിക്ക് തൊട്ടുപിറകിലുള്ള മദ്രസ ജന്നത്തുൽ ഉലൂം അഥവാ വിജ്ഞാനത്തിന്റെ പറുദീസ എന്നാണ് അറിയപ്പെടുന്നത്. ഇരുമ്പു ചോലയിൽ നിന്നും വിജ്ഞാനത്തിന്റെ പറുദീസയിലേക്കുള്ള ചുവടുമാറ്റം, ചാരം പൊതിഞ്ഞ കനൽക്കട്ടകളിൽ തീ തെളിച്ച് ഒരു നാടിനെയും ജനതയെയും ആവരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീർണതയുടെ മൂടുപടങ്ങൾ ഹോമം ചെയ്യാനുള്ള നിയോഗമായിരുന്നു അതെന്നാണ് ചരിത്രം തെളിയിച്ചത്. തന്റെ കൂടെ വന്ന മുതഅല്ലീമങ്ങളെ ഉപയോഗപ്പെടുത്തിയും നല്ല മനസ്സുള്ളവരിലെ സുഷുപ്തമായ കർമ്മധർമ്മബോധം തൊട്ടുണർത്തിയും പരിസരത്തെ ആത്മീയമായി സജീവമാക്കുന്നതിലുള്ള കർമ്മപരിപാടികൾ നൈരന്തര്യത്തിന്റെ ചാനലിൽ ക്രമാനുഗതം നടന്നുകൊണ്ടിരുന്നു. പഴയ ജന്നത്തുൽ ഉലൂം മദ്രസയാണിത്. ഇവിടെയാണ് ഹസൻ മുസ്ലിയാർ ജന്നത്തുൽ ഉലൂം അറബിക് കോളേജ് ആരംഭിച്ചത്. 100 വർഷത്തിലധികം പഴക്കമുള്ള ഈ മദ്രസ പോയ കാലത്തിന്റെ മൂകസാക്ഷിയായി നാശത്തിലേക്കടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച ദയനീയമാണ്. പിന്നീട് 2 വർഷം കൊണ്ട് ജന്നത്തുൽ ഉലൂമിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു. പഴയകാല പ്രതാപത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ബോർഡിൽ ഇപ്പോഴും ജന്നത്തുൽ ഉലൂം അറബിക് കോളേജ് എന്നു തന്നെയാണുള്ളത്. ഒരു പ്രദേശത്തിന്റെ ജ്ഞാനപ്രകാശത്തിന് സ്രോതസ്സും കേന്ദ്രവുമായി വർത്തിച്ച ഒരു ചരിത്ര സ്ഥാപനമിന്ന് എങ്ങനെ നടക്കുന്നു എന്ന് വിവരിക്കാൻ തൽക്കാലം വാക്കുകൾ ഉപയോഗപ്പെടുത്താതിരിക്കുകയാണ്. ഇല്ലായ്മയുടെ വറുതിക്കാലത്ത് സമുദായ സമുദ്ധാരണത്തിനായി ഒരു വിളക്കുമാടം സ്ഥാപിച്ചെടുക്കുന്നതിൽ അനുഷ്ഠിച്ച ത്യാഗവും വേദനയും ഓർക്കാനാവാത്ത വിധം പരുഷഭാവം പൂണ്ട മനസ്സും സ്വാർത്ഥതയുടെ നീരാളിപ്പിടുത്തത്തിൽ ആത്മവിചാരം നഷ്ടപ്പെട്ട ജനതയും രൂപപ്പെട്ടാൽ ഇതിലപ്പുറവും സംഭവിക്കുമെന്ന ചരിത്രപാഠത്തെ നാം ഓർക്കുക. പാലക്കാട്ടെ തന്റെ പ്രവർത്തന വിജയത്തിന് കൂടുതൽ അനുകൂല സാഹചര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് മർഹൂം ബാപ്പു ഉസ്താദിനെ ശൈഖൂന പാലക്കാട്ടേക്ക് കൊണ്ടുവന്നത്. തനിക്ക് സേവനസന്നദ്ധനായ ഒരു പിൻഗാമി എന്ന നിലയിലായിരുന്നു അതെന്ന് നമുക്ക് തീർത്തു പറയാനാകില്ല. പക്ഷെ സംഭവിച്ചത് അങ്ങനെയാണ്.
1978 കാസർഗോഡ് ഖാദിയായി പോകുമ്പോൾ തനിക്കൊരു കർമ്മകുശലനായ പിൻഗാമി എന്ന നിലയിൽ ബാപ്പു ഉസ്താദിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശൈഖുനായ്ക്ക് കഴിഞ്ഞു. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം ഔപചാരികമായി നേടിയിട്ടുള്ള ഹസൻ മുസ്ലിയാർ സ്വന്തം പരിശ്രമത്തിലൂടെ ആർജിച്ച ഭാഷാ പരിജ്ഞാനം കൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എഴുതുന്നതിലും സാമർത്ഥ്യം തെളിയിക്കുകയുണ്ടായി. സുന്നി ആനുകാലികങ്ങളിൽ എഴുതിയ പല ലേഖന പരമ്പരകളും മൂല്യവത്തായിരുന്നു. അൽ ജലാൽ എന്ന പേരിൽ ഒരു മാസിക തന്നെ നടത്തുകയുണ്ടായി. കുതുബ പരിഭാഷ, ഹറാമാണെന്നതിന്റെ 5 ലക്ഷ്യങ്ങൾ എന്ന അൽ ബറാഹീനുൽ ഖംസ, ഖുർആൻ പരിഭാഷയെക്കുറിച്ച്, തഹ്ദീറുൽ ഇഖ്വാൻ, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വ്യാജദൂതൻ, ആദാബുൽ ജമാഅ എന്നീ കൃതികൾ പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. തന്റെ ലേഖനങ്ങൾ സമാഹരിച്ച് ഹജ്ജും നിസ്കാരവും സുന്നികൾക്കു മാത്രം എന്ന പേരിൽ പിൽക്കാലത്ത് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ലേഖനങ്ങൾ സമകാല പ്രസക്തവും ആശയഗംഭീരവുമായിരുന്നു. കാസർഗോഡ് ഖാദിയായി പോയതിനു ശേഷവും പാലക്കാട്ടേക്ക് ശൈഖുനായുടെ തിരുനോട്ടമുണ്ടായിരുന്നു. 1982 വഫാത്താകുന്നതിന് തൊട്ടുമുമ്പ് പറളിയിലെ പള്ളി പുനരുദ്ധാരണത്തിനു വേണ്ടിയുള്ള മതപ്രഭാഷണ പരിപാടിയിൽ സംബന്ധിക്കുകയും വലിയ സംഖ്യ സംഭാവന ചെയ്യുകയുമുണ്ടായി. കാസർകോട്ടെ സേവനനിരതവും സംഭവബഹുലവുമായ പ്രവർത്തനത്തിനിടയിൽ രോഗശയ്യയിലായ ശൈഖുന 1982 ഓഗസ്റ്റ് 14 നമ്മോട് വിട പറഞ്ഞു. അവസാന രംഗത്തെക്കുറിച്ച് മുസ്തഫ ദാരിമി. ബഹുമാനപ്പെട്ട ശൈഖുനായിക്ക് ഉമർ ഹാജിത്താണ്. ബഹുമാനപ്പെട്ടവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, മുസ്തഫ വിക്കറ് ചൊല്ലിക്കൊടുക്കുക. അങ്ങനെ ഞാൻ വിക്കറ് ചൊല്ലിക്കൊടുത്തു. അപ്പോൾ ഉസ്താദ് വളരെ നല്ല നിലക്ക്